ಪಾತ್ರೆಗಳು ಹಿತ್ತಾಳೆ ತಾಮ್ರಗಳೆಲ್ಲ ತೆಗೆದಿವೆ. ಪಾತ್ರೆಡಿ ಕಬ್ಬಣಗಳು ಸಿಲ್ವರ ಪಾತ್ರೆಗಳಮ್ಮ പാത്രി സിൽവറ പാത്രി. ഒരു ഇതില് സഞ്ചിയിൽ കുറെ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ട് വെക്കണതൊക്കെ കസ്റ്റമറാണ് കേട്ടോ. അക്കന്റെ ഗോൾഡൻ കസ്റ്റമേഴ്സ് ആണ് ഇവരൊക്കെ. ഇവിടുത്തെ ഈ വീട്ടിലത്തെ വാഹനമാണ് ഈ കാണുന്നത്. ഷെഡില് കയറ്റി വെച്ചിരിക്കുകയാണ്. മനയാവോ ഇതാണ് ചേച്ചിന്റെ വീട് ഈ കാണുന്നത്. ಎಷ್ಟು ಕ್ಲಾಸಲ್ಲಿ ಕ್ಲಾಸಲ್ಲಿ ಎಷ್ಟು ಹುಡುಗ ಎಷ್ಟು ಹುಡುಗಿ ನಿಮ್ ಜೊತೆ? ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ മൈസൂരിൽ കർണാടക മൈസൂരിൽ ദസറ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഗുണ്ടൽപേട്ടിൽ വന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര റഷാണ്. അതായത് ഈ പരിസരത്തുള്ള എല്ലാ ഗ്രാമവാസികളും ഈ 10 ദിവസം നടക്കുന്ന ഈ ദസറയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബസ്സുകളിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇന്നൊക്കെ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഇന്ന് ഭയങ്കര റഷ്. അതായത് ഇവിടെ നിന്നുള്ള ലോക്കൽ ബസ്സുകൾ, ഈ ഗ്രാമങ്ങളിൽ നിന്ന് പോകുന്ന ബസ്സുകളിലൊക്കെ ഈ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ മൊത്തം വന്ന് ഇറങ്ങിയും പോകുന്നവരും വരുന്നവരൊക്കെ ആയിട്ട് ഭയങ്കര റഷാണ്. അപ്പോൾ നമ്മൾ ഒരു സ്വന്തം വണ്ടിയായിട്ട് പ്രൈവറ്റ് നമ്മുടെ സ്വന്തം കാറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്കവിടെ പാർക്കിങ്ങും മറ്റൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ വിചാരിച്ച പോലെ പോകാനോ അല്ലെങ്കിൽ അവിടെ ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കാണാനോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബസ്സാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ നമുക്ക് ഇതുപോലത്തെ ടാസ്ക് ഉണ്ട്. നമുക്ക് നല്ല റഷായിരിക്കും, അതിൻ്റെ ഇടയിൽ നമ്മൾ പോകാം. അപ്പോൾ ഏകദേശം പിന്നെ നമ്മളവിടെ പോയിട്ട് ജസ്റ്റ് കാണാനേ ഉള്ളൂ. അതായത് അവിടുത്തെ വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടുള്ള അവിടുത്തെ പ്രോഗ്രാംസ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിലായിരിക്കും. കാര്യപരിപാടികളൊക്കെ രാത്രിയിലായിരിക്കും. പിന്നെ നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ടുള്ള അട്രാക്ഷൻ. അതൊക്കെ രാത്രിയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതൊരു വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. അവിടെ താമസിച്ച് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കത് ഒരു പ്രാക്ടിക്കൽ അല്ലാന്ന് ഫീൽ ചെയ്യണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഗുണ്ടൽപേട്ടിലുള്ളതുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഭാഗത്തേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര റഷാണ്. അപ്പോൾ ഞാനിന്ന് പോകുന്നത് ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റും ഇവിടുത്തെ മറ്റുള്ള വില്ലേജുകളിലേക്കൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. അപ്പോൾ നമുക്കിന്ന് ആ വീഡിയോ കാണാം. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇപ്പം നമുക്ക് പോകാനുള്ളത് ഇവിടുത്തെ മറ്റൊരു വില്ലേജിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അതിൻ്റെ ഷെയർ ഓട്ടോ പിടിച്ച് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ നടന്ന് നീങ്ങി. ഇന്ന് സമയം എനിക്ക് ഒരുപാട് ലേറ്റായിട്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ ഷെയർ ഓട്ടോകൾ നിൽക്കുന്നുണ്ട്. അവിടെ കാണാം. അപ്പോൾ ഇത് റോഡുള്ളിലേക്ക് പോകുന്നതാണ്. ഇവിടെ പോയാൽ കുറച്ച് വില്ലേജുകൾ കവറാവും. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോവാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോട്ടൽ നോക്കിയതാണ്. ഇവിടെ ആർക്ക് ചോദിച്ചാൽ എല്ലാവരും ഒരു മുക്താർ ഹോട്ടലിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ മുക്താർ ഹോട്ടലിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഭക്ഷണം കഴിച്ചതാണ്. ബട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതില്ല. അപ്പം ഇവിടെ വേറൊരു ഹോട്ടലുണ്ട്, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ മഴ ചെയ്തിട്ട് വെള്ളം കയറി ഒക്കെ റോഡൊക്കെ ചെളിയാണ്. അതായത് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ കയറണം. അതിന് മുമ്പ് നമുക്ക് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാം. ഗുണ്ടൽപേട്ട് മൈസൂർ മെയിൻ റോഡിൽ മുമ്പോട്ട് അവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടൽ ഉദയം ഭവൻ. അവിടെ പോയി നോക്കാം. വെജിറ്റേറിയൻ ആണ്. നല്ല വെജിറ്റേറിയൻ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഒരു പ്രാവശ്യം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കഴിച്ചിട്ടുണ്ട്. അപ്പം പോയിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാലേ ഉള്ളൂ. ഹോട്ടൽ ഉദയം ഭവൻ. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം വിടാം. ഇവിടെ നിന്ന് കഴിക്കാൻ ഇവിടെ നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് എല്ലാം കിട്ടും കേട്ടോ. മസാല ദോശ, നെയ് റോസ്റ്റ്, ഇഡ്ഡലി, സാമ്പാർ, വട എല്ലാം ഉണ്ട്. ഞാൻ റൈസ് ബാത്താണ് ഓർഡർ ചെയ്തത്. ഇത് എന്താ സാധനം, വലിയ ചൂടൊന്നുമില്ല, എങ്ങനെയാണെന്നറിയില്ല. കുഴപ്പമില്ല. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഗുണ്ടൽപേട്ട് ടൗണിൽ നിന്ന്
ബെർഗി റോഡ് എന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന റോഡുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വില്ലേജുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ബസ് പോവും. പക്ഷേ ഒരു 3 കിലോമീറ്റർ തൊട്ട് വില്ലേജുകൾ തുടങ്ങും. ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 7 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അങ്ങനെ കുറേ വില്ലേജുകളുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഈ ഷെയർ ഓട്ടോകൾ കുറേ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിൽക്കുന്നതൊക്കെ ഷെയർ ഓട്ടോകളാണ്. അതൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകുന്നതാണ്. നമ്മളിവിടുന്ന് ഇവിടെ കാണുന്ന ഈ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോകാനാണ് പോകുന്നത്. ഇത് സെറ്റിൻ്റെ ഊര് എസ് സെട്രോണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മളൊന്ന് പോകുന്നത് കേട്ടോ. അതൊരു 7 കിലോമീറ്റർ, 7 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ വണ്ടിയിൽ കയറിയിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഈ വണ്ടിയിൽ ആളായിട്ടില്ല, 5-6 പേര് ആവേണ്ടി വരും. ആയി കഴിഞ്ഞാൽ പോകും. എന്തായാലും നമുക്ക് ഇതിൽ കയറിയിരിക്കാം. ഇതിൽ മാക്സിമം ആളെ കയറും കേട്ടോ. ഇവിടെ ഇരിക്കും, ഇതിൻ്റെ പുറകിലിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ യാത്ര. എന്തായാലും നമുക്ക് ഇതിൽ കയറിയിരിക്കാം. ഈ ഭാഗത്തേക്കുള്ള ആൾക്കാരടുത്ത് സംസാരിച്ചപ്പോൾ അവരുടെ ഭാഷ തീരെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കുറച്ച് കന്നഡ അറിഞ്ഞതൊന്നും മറന്നുപോയി. വേറൊരു സ്റ്റൈലിലുള്ള ഒരു ഭാഷ. അതിൽ ആള് ആവുന്നില്ല. ആള് വന്നാൽ പോകും. ഇനി ഡ്രൈവർ കയറി നടക്കിയിരിക്കും കേട്ടോ. 2 സൈഡിൽ ഓരോരുത്തർ കയറിയിട്ടുണ്ട്. അതിന് പുറകോട്ട് വന്നിട്ടാ ഫുള്ള് ലേഡീസൊക്കെ കയറി ഫുള്ളാളായി. അപ്പോൾ നമുക്ക് ബാക്കിലാണ് സീറ്റ്. കയറൊക്കെ ഉണ്ട് പിടിക്കാനായിട്ടല്ലേ. മാക്സിമം ഒരു 10-15 ആളെ മേലെ കയറും ഈ വണ്ടിയിൽ. വണ്ടി ഏകദേശം ഫുള്ളായി. ഇനിയിപ്പോൾ ഇവിടെ ഈ സീറ്റിൽ 2-3 ആളും കൂടെ കയറേണ്ടി വരും. അത് കയറിയാലേ പോവുള്ളൂ. ഉണ്ടോ, ഫുള്ളാളാണ് ഒരു ഓട്ടോറിക്ഷയിൽ. അത് നമ്മൾ പുറപ്പെട്ടാണ് പറയുന്ന. നമ്മൾ പുറപ്പെട്ട് ഒരു 7-8 കിലോമീറ്റർ പോകണം ഈ റോഡിന്. അത് കഴിയുമ്പോഴാണ് ഗ്രാമങ്ങളിലേക്ക് എത്തുക. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങി. ഇനിയും പോകാനുണ്ട്. സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവസാനം ആ ഒരു വില്ലേജിലെത്തി. ഇതൊരു മെയിൻ റോഡ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ജംഗ്ഷന്, താഴേക്കൊരു റോഡ്, കുറേ വീടുകൾ, അതിൻ്റെ അപ്പുറത്ത് കൃഷി സ്ഥലങ്ങൾ, അങ്ങനെയാണ്. പിന്നെ ഗുണ്ടൽപേട്ടയ്ക്ക് പോകുന്ന ഓട്ടോറിക്ഷകളാണല്ലോ അതിനായിട്ട് നിൽക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും കൂടിയിട്ട് ഒരു കാര്യം പറയാണ്. നീലഗിരിയിൽ നല്ല ഉഗ്രൻ തേയിലപ്പൊടി ആവശ്യമുള്ള ആളുകൾ മറക്കാതെ തന്നെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അഡ്രസ്സ് വിത്ത് പിൻ കൂടെ അയച്ചു തന്നു കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ തേയിലപ്പൊടികൾ പ്രീമിയം ക്വാളിറ്റി നിങ്ങൾ വീട്ടിലേക്ക് അഡ്രസ്സിൽ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ സഹകരിക്കുക. നമ്മുടെ ചെറിയൊരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്താണെന്നറിയോ, ഈ സ്ഥലത്തിൻ്റെ പേര് മറന്നു പോകണം. അപ്പോൾ ഞാൻ വീണ്ടും ആ പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വൺസെറ്റുണ്ടി അങ്ങനെ പെട്ടെന്ന് പറയണം. വൺസെറ്റുണ്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഓട്ടോറിക്ഷ ഈ ഗുണ്ടൽപേട്ട പോകുന്നത് ഈ ഓട്ടോറിക്ഷ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഈ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഗുണ്ടൽപേട്ടയ്ക്ക് പോകും. ഓക്കെ, 6 കിലോമീറ്റർ 7 ಕಿಲೋಮೀಟರ್ 10 ರೂಪಾಯಿ ಚಾರ್ಜ್. ಬಸ್ಸಲ್ಲಿ ಎಷ್ಟು ರೂಪೀಸ್? ಬಸ್ಸು ಸೇಮ್ ಚಾರ್ಜ್. ಓಕೆ, ಇಲ್ಲಿ ಸ್ಕೂಲ್ ಇದೆ, ಮನೆಗಳು, ದೇವಸ್ಥಾನ ಇದೆ, ಆಮೇಲೆ ಕೃಷಿ ವ್ಯವಸಾಯ ಇದೆ. ನೀವೆಲ್ಲ ಏನ್ ಕೆಲಸ ಮಾಡ್ತಾರೆ? ವ್ಯವಸಾಯ ಎಲ್ಲ ಮಕ್ಕಳು ವ್ಯವಸಾಯ ಮಾಡ್ತಾರೆ. ಓಕೆ. ಸ್ಕೂಲ್ ರಜೆ ಇದೆ ಅವ್ರಿಗೆ ರಜೆ ಇವಾಗ ದಸರಾ ಮೈಸೂರು ನೀವು ಹೋಗಿಲ್ಲ ಮೈಸೂರು? ಇನ್ನೂ ಇದೆಯಲ್ಲ. ಹಾ, ಈ ಎಷ್ಟು ದಿನ 4-5 ದಿನ ವಾರ 10 ದಿನ 2 ತಿಂಗಳು ಇರ್ತದ. ಇವಾಗ 10 ದಿನನಾ? ಒಂದ್ ದಿನ ಜಂಬೂ ಸವಾರಿ ಇದೆ. ಜಂಬೂ ಸವಾರಿ ಒಂದ್ ದಿನ. ಅದೇ ಆನೆ ಮೇಲೆ ಲಾಸ್ಟ್ ಡೇ ಡೇಟ್ ಶನಿವಾರ ಲಾಸ್ಟ್ 9 ಅಲ್ವಾ? 9ನೇ ತಾರೀಕು
और ಜನಗಳೆಲ್ಲ ಅಲ್ಲಿ ಹೋಗ ನೋಡ್ದೆ ಹೆಂಗೆ ಹೋಗಿ ಬಸ್ ಮೈಸೂರು ಬಸ್ ಇಲ್ಲಿಂದು ಇಲ್ಲೂ ಇದೆ ಒಂದು ഇല്ലേന്തോ അല്ല ഗുണ്ടൽപേട്ട ಹೋಗಿ അല്ലിന്ത് ഓക്കെ 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 ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ നമ്മുടെ ഗുണ്ടൽപേട്ടയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട്, ബസ് കയറി പോകും. മൈസൂരിൽ ദസറ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു 10 ദിവസത്തെ പരിപാടി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാസ്റ്റ് ദിവസം നടക്കണ എഴുതാനത് ജംബു സഫാരി, ആനൻ്റെ സഫാരി ഉണ്ടാവും. അതായത് ആനകൾ നിരന്ന് നിന്നിട്ട് ഉള്ള ഒരു പ്രകടനം. അത് വിശേഷ ദിവസമാണ്, നവരാത്രിയുടെ ദിവസം. അന്ന് ഇവരെല്ലാവരും ഇവിടുന്ന് ബസ് കയറി ഈ നാട് മൊത്തം അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ഈ നാട് കിടക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. പക്ഷെ കുറേ ദൂരം അങ്ങോട്ട് താഴേക്ക് സിമെൻറ്റ് റോഡുണ്ട്, 2 സൈഡിലും വീടുകളാണ്. പിന്നെ ഇവിടെ അമ്പലം, ഈ നാട്ടിൻ്റെ പ്രധാനപ്പെട്ടുണ്ട്. വലിയൊരു ബഡാ മരമുണ്ട്, മരത്തിൻ്റെ താഴെ ഒരു അമ്പലം കണ്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള അമ്പലമാണ് അത്. അടിപൊളിയായിട്ടില്ലേ, മുമ്പിൽ മരത്തിൻ്റെ അല്ല, ഇരുമ്പിൻ്റെ ആംഗ്ലർ കൊണ്ട് സ്ക്വയർ ട്യൂബ് കൊണ്ട് ഒരു ഗ്രില്ലൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ്. മൈസൂർ ദസറയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. ನೋಡ್ಬೇಕು ನನ್ನ ಜೊತೆ ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಹೋಗಿ ಅಮ್ಮನ ಹೇಳಿಬಿಟ್ಟು ಬನ್ನಿ. ಹೇಳ್ದಾರ ಎಲ್ಲಿಂದ ಗುಂಡಲ್ಪೇಟೆಲಿಂದ ಬಂದಿದ್ದ ನೀವು? ಅಲ್ಲಿ ಶಾಪ್ ಇದೆ ನಿಮ್ಗೆ? ನಾನು ಹಳ್ಳಿ ಉಂಟು ಮಾರೋದು, ಹಳ್ಳಿ ಮೇಲೆ ಮಾರೋದು. ಎಲ್ಲಿದ? ಹಳ್ಳಿ ಮೇಲೆ ಮಾರೋದು, ಅಂಗಡಿ ಉಂಟು ಹೋಗಿ ಅಂಗಡಿಗೆ ಡೆಲಿವರಿ ಕೊಡೋದು. ಅಂಗಡಿ ಡೆಲಿವರಿ. ഇപ്പോൾ ഗുണ്ടൽപേട്ട് ഓക്കെ. ചിന്ന ഊരെല്ലാം പോകുന്നത്. മൂപ്പര് ചെറിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാ ചെറിയ അങ്ങാടികളിലൊക്കെ പോയിട്ട് എല്ലാ ചെറിയ കടകളിലൊക്കെ കൊടുക്കും. ഗുഡ്, സൂപ്പർ. അപ്പോൾ നമുക്ക് ഈ പോകാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ള ഇവിടെ ഒരു 1200 ഇവിടുത്തെ പോപ്പുലേഷൻ. മൊത്തം ടോട്ടൽ പോപ്പുലേഷൻ 1200 ഉണ്ടാവും. ഇതിൽ മിക്ക ആളുകളും, അതായത് ഒരു 80% ആളുകളും, 80 അല്ല ഒരു 90% ആളുകളും വ്യവസായികളാണ്, അതായത് കൃഷിക്കാരാണ്. പിന്നെ കുറച്ച് ആളുകൾ പിന്നെ ഗവൺമെൻറ് പോസ്റ്റിങ്ങിലൊക്കെ ഉണ്ട്, അതായത് പോലീസുകാരുണ്ട്, റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ബാക്കി എല്ലാവരും കൃഷിക്കാരാണ്. അപ്പോൾ ഈ റോഡിനോട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരു വീട് ഗംഭീരമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. എൻ്റെ ഒപ്പം വന്നവരൊന്നും കാണാനല്ലോ. ഇവിടെ ഒരു വീട് പണി നടക്കണം കേട്ടോ. ഇവിടുത്തെ വീടിൻ്റെ പണിയൊക്കെ ഉണ്ടല്ലേ. ഇവിടുത്തെ വീട് ഇങ്ങനെ ആയിരിക്കും, സിമ്പിളായിട്ട് ഒരു വീടുണ്ട്. നമ്മൾ അവിടെ കേരളത്തിലേക്കുള്ള പോലെ വലിയ ഡിസൈൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. റൈറ്റ്, 2 മേശന്മാർ നല്ല ഭയങ്കര കാര്യപ്പെട്ട പണിയിലാണ്. 2 ആള് ഇതിനെന്തൊക്കെ ഇവര് പ്രശ്നങ്ങളൊക്കെ പറയണ്ടേ, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ಹೇಳಿ ಸರ್, ಏನು ಪ್ರಾಬ್ಲಮ್ ಏನಿ ಸರ್? ಕೆಲಸ ನಾವು ಮಾಡ್ತಾವೆ. ಬೇರೆಯವರು ಮನೇಲಿ ಕುಂತಿರೋಲ್ಲ, ದುಡ್ಡು ಬರ್ತದ, ನಮ್ಗೆ ದುಡ್ಡು ಬರ್ತಾ ಇಲ್ಲ. ಕೆಲಸ ನೋಡಿ ಕೆಲಸ ಮಾಡ್ತಾವೆ, ಕೆಲಸ ಮಾಡಿದ್ರು ಬರ್ತದ. ಅವರೆಲ್ಲ ವೇಸ್ಟ್ ಕಾರ್ಡ್ ಮಾಡ್ಸ್ಕೊಂಡ್ರ, ಕಾರ್ಡ್ ಮಾಡ್ಸಿದ್ರೆ ಬರ್ತಾ ಇಲ್ಲ. ಕೂಲಿ ಮಾಡೋದು ಬರ್ತಾ ಇಲ್ಲ, ಕೂಲಿ ಮಾಡೋದು ಬರ್ತದ ಅಂತ. ಕೆಲಸ ಮಾಡೋರಿಗೆ ಬರ್ತಾ ಇಲ್ಲ, ಲೇಬರ್ ದುಡ್ಡು. ರೈಟ್ ರೈಟ್. ഓക്കെ, ഒരു പ്രോബ്ലം. താങ്ക് യു. അപ്പോൾ ഇവിടുന്ന് എന്താ പറഞ്ഞെന്നറിയോ? ഒന്നും മനസ്സിലായില്ല. ഇതെന്ത് ഷാംപൂ? കുടി നീരു? അപ്പോൾ ഇവരെന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് ഒന്നും മനസ്സിലാണല്ലോ. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പറഞ്ഞു എന്തൊക്കെ അവർ കൂലി കിട്ടുന്നില്ല എന്നോ എന്തൊക്കെയാ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ണട ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇപ്പം നമ്മൾ പോണത് ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ അമ്മ നമസ്കാരം. അപ്പോൾ പട്ടികൾ കുറേ ഉണ്ടല്ലോ. ലോക്കൽ ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ಹೆಸರಲ್ಲಿ ಅರುಣ್. ನಿಮ್ದು? ವಿನೋದ್. ಸ್ಕೂಲ್ ಹೋಗ್ತೀರಾ? ಎಷ್ಟು ಕ್ಲಾಸಲ್ಲಿ? 6ನೇ ತರಗತಿ. ಎಲ್ಲಿ? ಓಕೆ, ಇಲ್ಲಿ ಸ್ಕೂಲ್.
ಓಕೆ ನಿಮ್ಮ ಕ್ಲಾಸಲ್ಲಿ ಎಷ್ಟು ಹುಡುಗ ಎಷ್ಟು ಹುಡುಗಿ ನಿಮ್ಮ ಜೊತೆ ನಿಮ್ಮ ಕ್ಲಾಸಲ್ಲಿ ನಮ್ಮ ಕ್ಲಾಸ್ ಟೋಟಲ್ 31 ಎಲ್ಲಾನು ಸೇರಿಸಿದ್ರೆ 130 126 ഓക്കെ ಹೋಗೋಣ ബന്നി അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇതാണ് ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെ കുറേ വീടുകളുണ്ട്. ವಾಡುವ ನಿಮ್ಮ ಅತ್ತಿ ಮೂಡ್ಸ್ಬಿಟ್ರ ಎಂತೆಂತ ಇಟ್ಕೊಳ್ತೀನಿ ಗೊತ್ತ ನಿಮ್ಗ. ഇവിടെ ഞാനൊരു അക്കനെ കണ്ടു. അക്ക തമിഴ് தானக்கா? உங்க பேர் சொல்லுங்க. கௌரம்மா. உங்களுக்கு எப்படி தமிழ் தெரியும்? தமிழ்னா நம்ம தமிழ் ஏரியால இருக்கிறோம். எங்க? குண்டல்பேட்டையில. குண்டல்பேட்டையில தமிழ் இருக்கிற ஏரியா இருக்கா? ஏரியா இருக்கு. அங்கதான் இருக்கீங்களா? சரி, இங்க இப்ப எதுக்கு வந்தீங்க? சொந்தக்காரங்க? வியாபாரத்துக்கு வந்தது. വ്യാപാരമാ? ശരി, അക്ക വ്യാപാരം ചെയ്യാണ്ട് അക്ക കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങ ദസറ അങ്ക പോലീங்களா? சின்ன வியாபாரம். சின்ன வியாபாரம். உங்க கஸ்டமர் எல்லாம் இருக்கான்னு അറിയാ? ഓക്കെ ഓക്കെ. അപ്പൊ അക്ക തമിഴിലുള്ള ഏരിയയിൽ താമസിക്കുന്ന അക്കക്ക് നല്ല തമിഴൊക്കെ സംസാരിക്കാൻ അറിയും. അപ്പൊ വ്യാപാരം അതൊക്കെ ആയിട്ട് കച്ചവടമായിട്ട് വന്നതാണ്. ഈ ഒരു ഇതില് സഞ്ചിയിൽ കുറെ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ട് വെക്കുന്നത്. ഇതൊക്കെ കസ്റ്റമറാണ് കേട്ടോ. അക്കന്റെ ഗോൾഡൻ കസ്റ്റമേഴ്സ് ആണ് ഇവരൊക്കെ. ശരി, പോയിട്ട് വരാക്കാ. ഇവിടുത്തെ ജനങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അത് കാണാനാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ಇದು ವ್ಯವಸಾಯ ಊರು. ಓಹೋ, ಈಗೇನು ವ್ಯವಸಾಯ ಇಲ್ಲ. ನಾಟಿ ಅದು ಈಗ ಕುಯ್ಲ್ ಕೂದಿಟ್ಟು ಆ ಸೈಡ್ ಹೋಗ್ಬೇಕಾ? ಯಾವ ಇಲ್ಲ ಈಗಪ್ಪ ವ್ಯವಸಾಯ ಅದು ಇಲ್ಲ. ಇಲ್ಲ, ಎಲ್ಲ ಮುಗ್ದದ ಈಗ. ಓ, ಕಳ್ಳಕಾಯಿ ಕಿತ್ಕೊಂಡ್ರು ಕುಯ್ಲ್ ಕೂದು 10 ಮುಟ್ ರಾಗಿ ಐತವ. ರಾಗಿ ನೋಡಿ ಅಲ್ಲಿ ಉದ್ ಬಿದ್ದು ಸಿಕ್ಕೊಂಡು ಅದು ಟ್ಯಾಂಕಿ ಟಿವಿ ಮೇಳ ಅವೆಲ್ಲ ನಮ್ಮ ಜಮೀನು. ഇപ്പൊ ഇത് ഇവിടെ മറ്റേ ഇതുണ്ടല്ലോ പഞ്ഞപ്പുര മുത്താരി എന്ന് പറയല്ലോ, ആ സാധനം പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ എല്ലാം ഇപ്പോൾ ഹാർവെസ്റ്റിങ് കഴിഞ്ഞതാണ് ഇത്ര റീസെൻ്റ് ആയിട്ട്. ഇനി ഇവിടെ നെക്സ്റ്റ് സ്റ്റാർട്ടായാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ മുത്താരിൻ്റെ കാണാൻ പറ്റുള്ളൂ. ഇവർ മുത്താരി കൃഷി ചെയ്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ അവർ അതിൻ്റെ പുല്ലിൽ നിന്ന് അതിന് വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് തൊട്ടപ്പുറത്ത് മെയിൻ റോഡുണ്ടല്ലോ, മെയിൻ റോഡിൽ ഇങ്ങനെ വിരിച്ചിടുന്നതാണ്. നമ്മളൊക്കെ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം അവരിങ്ങനെ വിരിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ വണ്ടി കയറി ഇറങ്ങി അങ്ങനെ പോകും. അത് വൈകുന്നേരം പോകുമ്പോൾ ഒക്കെ വാരി എടുത്തു കഴിഞ്ഞാൽ പുല്ല് വേറെ മുത്താരി വേറെ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ വേർതിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ മെഷീനറീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതാണ് ഒരു സിസ്റ്റം. ഏതുങ്ങ? ಉಳ್ಳಿ ಉಳ್ಳಿ ನೋಡಿ, ಅದು ಟ್ಯಾಂಕಿ ಆ ತಿಂಗಳ ಸತಿ ಅದೆಲ್ಲ ನಿಮ್ದಾ? ಎಲ್ಲ ನಮ್ಮದು. ಎಲ್ಲ ನಿಮ್ದು? ನಮ್ಮದು. ಓ, ಇಲ್ಲಿ ಕೀಳಕಂಟು ಎಲ್ಲ ಮರವಿ ಇದು ಮನ ಇದು ಎಲ್ಲ ರೋಡ್ ಗಂಟ ನಮ್ಮದು. ಎಷ್ಟು ಜಮೀನು ಇದೆ ನಿಮ್ಗೆ? ನಮ್ಗ 5 ಎಕರೆ ಅದ. 2 എക്കർ? 2 എക്കർ. ഓക്കെ. ഇവിടുത്തെ സാധാരണപ്പെട്ട ഒരാളാണ്. ആ ചേച്ചിക്ക് ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ ഇതുപോലെ പിന്നെ കൃഷികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ മുത്താരി കഴിഞ്ഞിട്ട് ഇപ്പം ആ ഭാഗത്ത് കുറച്ച് കൃഷിയുണ്ട്. അത് ഉള്ളിയാണത്രേ. അതായത് ചെറിയുള്ളിയാണെന്ന് തോന്നുന്നു. അത് ചുവന്നുള്ളി. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി. പപ്പായ ഉണ്ടോ? ഏതോ ഇത് ನಿಮ್ಮ ಮನೆಯವ? ഇതാണ് ചേച്ചിന്റെ വീട് ഈ കാണുന്നത്. ഓക്കെ. ಆ ಊರು ಹೆಸರು ಏನು ಹೇಳಿದ್ರೆ? തെൻകളവണ്ടി. നമ്മൾ തെൻകളവണ്ടി എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രാമത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഒരു കോൺക്രീറ്റ് റോഡാണ്. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വില്ലേജ് മീൻസ് ഇതിന്റെ ഈ നമ്മുടെ എനിക്ക് അതിൻ്റെ പേര് മറന്നുപോയി. ഇതൊരു ഗ്രാമത്തിൻ്റെ പേര് ഓർമ്മ വയ്ക്കുമ്പോൾ മറ്റൊരു ഗ്രാമത്തിൻ്റെ പേര് മറന്നുപോകും. ഏതായാലും അതാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ ട്രാക്ടറൊക്കെ 100% വ്യവസായികളാണെന്ന് പറഞ്ഞാൽ ഇവരാണ്. ട്രാക്ടർ വീലൊക്കെ അയച്ചു വെച്ചിരിക്കുന്നത് അവരുടെ വീടാണുണ്ട്. ഒരു കർഷകൻ്റെ വീടാണിത്. ഇതൊക്കെ അവരുടെ മുതലാണ്. ಅಯ್ಯೋ, ಹೆಸರು ಮರ್ತೋಗಿತ್ತೆ ಈ ಊರು. ಏನ?
നമ്മൾ തെൻകളോണ്ടി എന്ന് പറഞ്ഞ മറ്റൊരു വില്ലേജിലേക്ക് എത്തി. അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെയും കുറേ വീടുകളുണ്ട് കേട്ടോ. അതായത് നമ്മൾ അവിടുന്ന് കണ്ടതിനേക്കാളും കൂടുതൽ വീടുകൾ ഇവിടെയാണെന്ന് തോന്നുന്നു. പക്ഷെ റോഡൊന്നും പ്രോപ്പറായിട്ടില്ല, പഴയൊരു റോഡാണ്. അതിൽ മണ്ണ് ഇതൊക്കെ ഒരു വണ്ടി എടുക്കാണ്ടുണ്ട്. ഇങ്ങനെ പുല്ല് മുളച്ച്. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട്, ചുറ്റുഭാഗം കുറേ വീടുകളുണ്ട്. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. തെൻകളോണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ കണ്ടോ ഒരു ക്ഷേത്രമുണ്ട്, ഭയങ്കര ഒരുപാട് ശില്പങ്ങളുണ്ട് കേട്ടോ അതിൽ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ചുറ്റുഭാഗം വീടുകളാണ്. താഴേക്കൊരു റോഡുണ്ട്, അതിൻ്റെ സൈഡിലും വീടുകളാണ്. ഇവിടുത്തെ വീടുകൾ ഇതേ സ്റ്റൈൽ തന്നെ എവിടെ പോയാലും, നമ്മൾ കർണാടകയിൽ എവിടെ പോയാലും ഇതേ സ്റ്റൈൽ തന്നെയാണ് വീടുകൾ അല്ലേ. ഇവിടുത്തെ ഈ വീട്ടിലത്തെ വാഹനമാണ് ഈ കാണുന്നത്. അത് ഷെഡിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ಅಂಗಡಿ ഉണ്ട്, ചെറിയൊരു പെട്ടിക്കട. ಓಕೆ, ಇಲ್ಲಿ ಅಂಗಡಿ ಇದೆ. ನಿಮ್ಗೆ ಏನು ಬೇಕು? ಬಿಸ್ಕೆಟ್ ಬೇಕಾ, ಮಿಠಾಯಿ ಬೇಕಾ, ಏನು ಬೇಕು? ബിസ്ക്കറ്റ് തക്കൊടി. അപ്പോൾ ഇവിടെ ചെറിയൊരു പെട്ടിക്കട ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുട്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. ഇവിടെ 10 കട ഉണ്ട് അത്ര. ഇപ്പോൾ ആ സ്ട്രീറ്റിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇതേപോലത്തെ ചെറിയൊരു ಅಂಗಡಿ ഉണ്ട്. പിന്നെ ഈ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ಅಂಗಡಿ ഉണ്ട്. ഇത് ഇവിടുത്തെ ಅಂಗಡಿയാണ്. ഇതൊരു ഓൺലി ഓൺ ಅಂಗಡಿ. ಏನು ಬೇಕು ನಿಮಗೂ ತಗೊಳ್ಳಿ. ಹೋಗಿ ಹೋಗಿ ಹೋಗಿ. ಅಣ್ಣ ಅಣ್ಣ ಬಿಸ್ಕೆಟ್ ಕೊಡಿನಾ. ಬಿಸ್ಕೆಟು ಜ್ಯೂಸ್ ಬೇಕಾ ನಿಮಗೂ? ಜ್ಯೂಸ್ ತಗೊಳ್ಳಿ. ಬಿಸ್ಕೆಟ್ ಕೊಡಿ ನಾವು ಹೇಳಿ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരേ സീനാണ് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലത്തെ വീടുകൾ ഒരേ പിന്നെ സ്റ്റൈലിലുള്ള ആൾക്കാരാണ്. ഒരേ സ്റ്റേജിലുള്ള ആൾക്കാരാണ്. ഈ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ തന്നെയാണ്. അതായത് ഹൈ ലോ എന്നുള്ളൊരു വേർതിരിവ് നമുക്ക് ഇവിടുത്തെ വീടുകളിലോ ഇവിടുത്തെ താമസ രീതിയിലോ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാവരും ഏകദേശം ഒരേ സെയിം ആയിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് ഒരുപാട് ലാൻഡുകൾ ഉണ്ടാവും. അതായത് ഏറ്റവും സാധാരണപ്പെട്ട ആൾക്ക് തന്നെ ഒരു മിനിമം 2 ഏക്കർ സ്ഥലമെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 5 ഏക്കർ സ്ഥലം ഉണ്ടാവും. അതാണ് സാധാരണ ആൾക്കാർ ഇവിടുത്തെ. അല്ലാത്ത ആളുകൾ പിന്നെ ഏക്കർ കണക്കിന് സ്ഥലം 25-30 ഏക്കറുള്ള ആളുകൾ സ്ഥലമുള്ള ആളുകളുണ്ടാവും. എല്ലാത്തിലും കൃഷിയുള്ള ആളുകളുണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജീവിത രീതി. അതായത് അവരുടെ പ്രത്യക്ഷമായിട്ട് നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. വലിയ വാഹനങ്ങളോ വലിയ വീടുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബട്ടല്ലൊരു ആവറേജ് കൃഷിക്കാരായിരിക്കും സ്ഥലങ്ങളൊക്കെ ഉള്ള. തിരിച്ച് നമ്മൾ 173 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും എത്തി. ഇപ്പോൾ വിനോദ് ഒക്കെ പഠിക്കുന്ന സ്കൂളാണ് ഇവിടെ. ദസറൻ്റെ സമയമാകുമ്പോൾ കർണാടകത്തിലെ എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കും ഉത്സവം കഴിയണവരെ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, ബട്ട് സ്കൂള് അവധിയാണ്. ഉണ്ട്, ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. സ്കൂള് പട്ടിപ്പോകാൻ മോറിലാണ്. അതെ, ഇത് കണ്ടില്ലേ, സ്കൂളൊക്കെ നല്ല വൺ സെറ്റപ്പ് കേട്ടോ. സെറ്റപ്പ് മീൻസ് നല്ല അട്രാക്ഷൻ ഉണ്ടാവും. ബിൽഡിങ്ങും കാര്യങ്ങളും ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി. ಎಷ್ಟು ಕ್ಲಾಸ್ ಇದೆ ಇಲ್ಲಿ? 8. ಇದು ಮಿಡ್ಲ್ ಸ್ಕೂಲು, 8 ಕ್ಲಾಸ್. 8ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളാണ്. മിഡിൽ സ്കൂൾ കാറ്റഗറിയിൽ വരും എന്നാണ് 173ൻ്റെ വിശേഷങ്ങൾ. ഇത് പിന്നെ മെയിൻ റോഡാണ്. ഇവിടെ കണ്ട ചെറിയൊരു ಅಂಗಡಿ ഉണ്ട്. ಸಿಲ್ವರಾಡಿ ಇತ್ತಾರೆ ತಾಮ್ರ ಕಂಚು ಕಲಾಪಂತು ಡಾಬುಗಳಿಗೆ ಸಿಲ್ವರ ಪಾತ್ರೆಗಳು ಇತ್ತಾರೆ ತಾಮ್ರಗಳೆಲ್ಲ ಜಗತ್ತಿಗೆ ಪಾತ್ರೆಡಿ ಕಬ್ಬಣಗಳು ಸಿಲ್ವರ ಪಾತ್ರೆಗಳಮ್ಮ ಪಾತ್ರೆ ಸಿಲ್ವರ ಪಾತ್ರೆ ಹಳೆ ತಾಮ್ರಗಳು ಕಬ್ಬಣಗಳು ಸಿಲ್ವರಾಡಿ ಪಾತ್ರೆಗಳು ಸಿಲ್ವರಗಳಿಗೆ ಸಿಲ್ವರ ಪಾತ್ರೆಗಳು ಹಳೆ ತಾಮ್ರಗಳು ಇತ್ತಾರೆ ತಾಮ್ರ. അപ്പോൾ 173 എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നമ്മൾ പിന്നെ വേറെ ചെറിയ ഗ്രാമങ്ങളൂടൊക്കെ കുറേ നടന്ന് കുറച്ചൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് ഞാനിപ്പോൾ വന്നിട്ട് ഈ ഒരു വില്ലേജിൻ്റെ സൈഡിൽ റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. ഈ റോഡ് പോണത് ബർഗി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. 4 കിലോമീറ്റർ പോകാം. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ മൈസൂരിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഈ റോഡ് ഇങ്ങോട്ട് കുണ്ടിൽപ്പെട്ടാണ് നമ്മൾ വന്ന റൂട്ട്. അപ്പോൾ നമ്മളിവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. ചായപ്പൊടി ആവശ്യക്കാരനെങ്കിൽ മറക്കാതെ എൻ്റെ നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയക്കാം, ഞാൻ അയച്ചുതരാം.
അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബൈ ഹേളി വിനോദ്. ബൈ. ടാറ്റ. ആക്ഷൻ കറോ. ആക്ഷൻ ഇല്ല. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.